to G3 Days. ഇന്ന് നമ്മൾ ടിഷ്യൂ വെയ്റ്റ് മെത്തേഡിലൂടെ ഉരുളക്കിഴങ്ങിന്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കാണാൻ പോവാണ്. ഇത് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് വേണ്ടത് വലിയ 2 ഉരുളക്കിഴങ്ങാണ്. പിന്നെ വേണ്ടത് ഈ കുത്തുന്ന സാധനമാണ്. ഇതിന്റെ പേരാണ് കോർക്ക് ബോറർ. ഈ പുട്ടൊക്കെ ബാക്കിൽ നിന്ന് തള്ളി പുറത്തിടൂലേ, അതേപോലെ ഈ കോർക്ക് ബോററിന്റെ ബാക്കിൽ വല്ല ഗ്ലാസ് റോഡോ എന്തെങ്കിലും വെച്ച് തള്ളി പുറത്തിട്ടാൽ നമുക്ക് സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള പൊട്ടാറ്റോ ട്യൂബ്സ് കിട്ടും. അങ്ങനത്തെ 6 സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള പൊട്ടാറ്റോ ട്യൂബ്സ് നമുക്ക് വേണം. ഇതിനടുത്തത് വേണ്ടത് വെയിങ് മെഷീന്, സൂക്രോസ് സൊല്യൂഷൻ, ബ്ലോട്ടിംഗ് പേപ്പർ, അതൊക്കെയാണ്. ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വേരിയസ് കോൺസെൻട്രേഷനിൽ സൂക്രോസ് സൊല്യൂഷൻ ഉണ്ടാക്കും. എന്നിട്ട് ആദ്യം വെയിറ്റ് നോക്കിയിട്ടുള്ള പൊട്ടാറ്റോ എടുക്കും, എന്നിട്ട് അതിലിട്ട് വെക്കും. എന്നിട്ട് ഈ പൊട്ടാറ്റോയ്ക്ക് എത്ര വെള്ളം കിട്ടി, അല്ലെങ്കിൽ ഈ പൊട്ടാറ്റോന്ന് എത്ര വെള്ളം പോയി എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് കണ്ടെത്തണേ. പിന്നെ നമ്മൾ ഇതിൽ ഐസോട്ടോണിക് പോയിന്റും കണ്ടെത്തും, ഈ പൊട്ടാറ്റോന്റെ ഐസോട്ടോണിക് പോയിന്റ്. ഈ പോയിന്റിൽ സൊല്യൂഷന്റെയും സെല്ലിന്റെയും വാട്ടർ പൊട്ടൻഷ്യൽ ഈക്വൽ ആയിരിക്കും. അതായത് അവിടെ വാട്ടറിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കില്ല, വാട്ടറിന്റെ നെറ്റ് മൂവ്മെന്റ് 0 ആയിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാ പൊട്ടാറ്റോന്റെയും ഇനീഷ്യൽ വെയിറ്റ് എടുത്തു. ഇനി നമ്മൾ സൂക്രോസും ഡിസ്റ്റിൽ വാട്ടറും കൂടി ചേർത്തിട്ട് സൂക്രോസ് സൊല്യൂഷൻ ഉണ്ടാക്കുക. ഇനി നമുക്ക് വേരിയസ് കോൺസെൻട്രേഷനിലെ സൂക്രോസ് സൊല്യൂഷൻ പിപ്പറ്റ് ചെയ്തെടുക്കണം. പിപ്പറ്റ് ചെയ്തെടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഈ പ്രാക്ടിക്കൽ എക്സാമിന്റെ ഒക്കെ ടൈമിൽ നമുക്ക് ഒന്നാമതേ ഉള്ളിൽ പേടിയാവും. അതിൻ്റെ ഇടയിൽ പിപ്പറ്റും കൂടി ചെയ്യുമ്പോൾ എങ്ങാനും ഷെയ്ക്ക് ആയാൽ നമ്മൾ മെഷർ ചെയ്തതൊക്കെ പോകും. അപ്പം നല്ലോണം ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് എടുക്കുക. ഇനി ഒരു 1 to 2 hours റെസ്റ്റിന് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ വെയിറ്റ് എടുക്കണം. ഫൈനൽ വെയിറ്റ് എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ബ്ലോട്ടിംഗ് പേപ്പറിൽ ചെറുതായി ഒന്ന് ഒപ്പിയെടുക്കുക. അതിൻ്റെ എക്സസ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അപ്പം തന്നെ അതിൻ്റെ വെയിറ്റ് എടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഐസോട്ടോണിക് പോയിന്റ് കണ്ടെത്താൻ പറ്റും. അതിനൊരു ഇക്വേഷനൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് ചെയ്താൽ മതി.